ഹലോ ഗായ്സ്, വെൽക്കം ടു കുക്കിംഗ് വിത്ത് മീര. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മലപ്പുറംകാരുടെ സ്വന്തം മുരിങ്ങയില താളിപ്പാണ്. എൻ്റെ ഫ്രണ്ട്സിനോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മുരിങ്ങയില താളിപ്പ് ഉണ്ടാക്കുമല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ ഇടയ്ക്ക് മമ്മിയൊക്കെ ചെയ്ത് തരാറുണ്ട്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് കഴിഞ്ഞ ദിവസം നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില കിട്ടി. നല്ല ഫ്രഷ് അല്ല, നല്ല തിക്കായിട്ടുള്ള നല്ല ഫ്രഷ് അല്ല. ഞാനതൊന്ന് വാഷ് ചെയ്യും. ഇവിടെ പൊടിക്കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ ഞാനൊരു 5-6 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-6 വെളുത്തുള്ളി എടുത്തു. ഒരു 4 പച്ചമുളക് ഞാൻ നടുവെ കീറി എടുത്തിട്ടുണ്ട്. ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചു. അത് ചൂടാക്കിയ ഉടനെ എണ്ണ കുറച്ച് ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ടു കേട്ടോ. കടുക് ഇടുമ്പോൾ ഞാനുണ്ടല്ലോ എപ്പോഴും എനിക്ക് ഒത്തിരി തെറിച്ച് ആ ഒരു സറൗണ്ടിങ്സ് ഡേർട്ടി ആവാതിരിക്കാൻ ഞാൻ എപ്പോഴും അതൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കും, ഒരു 2-3 സെക്കൻഡ്. അപ്പോഴത്തേക്ക് അത് ശരിയാവും. അപ്പോഴത്തേക്ക് ഈ ചുമന്നുള്ളി ഉണ്ടല്ലോ അത് നടുവെ കീറത്തേയുള്ളൂ, കുഞ്ഞായിട്ടൊന്നും അരിയത്തില്ല കേട്ടോ. എന്നിട്ട് ഞാനത് അതിലേക്ക് അങ്ങ് ഇടും. ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ നടുവെ കീറിയിടുന്നത് കേട്ടോ. അതതിൻ്റെ ഒരു രീതി. എന്നിട്ട് ഇതിനെ വെന്താൽ മതി, ഒത്തിരി ബ്രൗണിഷ് ആകുമോ ഒത്തിരി വഴന്ന് പോവുകയോ ചെയ്യരുത്. ഇതൊന്ന് ജസ്റ്റ് കുക്ക്ഡ് ആയാൽ മാത്രം മതി കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒരു മാക്സിമം ഒരു 3-4 മിനിറ്റ്സിനുള്ളിൽ അതൊന്ന് കുക്ക്ഡ് ആവും. നമുക്കത് കണ്ടാൽ അറിയാൻ പറ്റും. അതൊന്ന് വാടി വരുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ തവി കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് വാടി വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി മുരിങ്ങയിലൊക്കെ റെഡിയാക്കുകയും ഒക്കെ ചെയ്യാം. ഈ കറി ഉണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിൽ ആൾക്കാർ ഭയങ്കര ഹെൽത്തിയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് സാധാരണ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീകൾക്ക്, പെൺപിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ തേങ്ങ അരച്ച കറിയൊന്നും കൂട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു ഡെലീഷ്യസ് ഡിഷസ് ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇത് കണ്ടോ, അതൊന്ന് വെന്തതേ ഉള്ളേ. അതിനകത്തേക്കുണ്ടല്ലോ ഇത് കണ്ടോ, ഞാൻ ആ കഴുകി വെച്ച് മുരിങ്ങയില ഇട്ട് കൊടുത്തു. ആ മുരിങ്ങയില ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുത്ത് അതും ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണേ. മുരിങ്ങയില ഒന്ന് വെന്ത് വരണം, അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. മുരിങ്ങയില ഒന്ന് വെന്ത് വന്നതിന് ശേഷം അത് നമുക്കറിയാൻ പറ്റും. ഒത്തിരി പച്ചപ്പ് പോവുകയും ചെയ്യൽ, ഓവർ കുക്ക്ഡ് ആവുകയും ചെയ്യൽ. ഇത് നല്ല ഇലയൊക്കെ നന്നായിട്ട് വാടി, ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇലയൊക്കെ നന്നായി വാടി വരുമ്പോഴത്തേക്ക് നമുക്കിത് ഈ ഒരു പാകത്തിനാകുമ്പോഴത്തേക്കാണല്ലോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവേ. എന്നിട്ട് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം, അതിനെ ഞാനൊരു 2 ഗ്ലാസ് 3 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തതിന് ആവശ്യത്തിന് ഉപ്പും അതിട്ടിട്ട്, എന്നിട്ട് നമുക്ക് ഈ ഇല ആ വെള്ളത്തിൽ കിടന്നൊന്ന് കുക്കാവണം. അതിനുവേണ്ടി നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ഇപ്പോൾ നോക്കണേ. പിന്നെ തിളച്ച് കഴിഞ്ഞിട്ട് ഇടുന്നില്ല, നല്ലത് ഇപ്പോൾ ഒന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് ഈ ഇലയൊന്ന് കുക്കാവാൻ വേണ്ടി ഞാനൊരു 2-3 മിനിറ്റ് ഒന്ന് ഞാൻ അടച്ച് വെക്കും കേട്ടോ. അടച്ച് വെച്ചിട്ട് അതൊന്ന് ബോയിലായി വരുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഇതിങ്ങനെ ബോയിലായി വരുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഇലയെല്ലാം വെന്തിട്ടുണ്ടാവുമേ. ഇലയൊക്കെ വെന്ത് കറക്റ്റായിട്ടുണ്ടാവും. ഇതാണ് അതിൻ്റെ പാകം. ഒത്തിരി ഓവറായിട്ട് കുക്ക് ചെയ്യല് കേട്ടോ. റെഡി ടു സെർവ് ആണ്. ഒത്തിരി ഓവർ കുക്ക്ഡ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ കളർ അങ്ങ് മാറി ഒരു റെഡ് കളറൊക്കെ ആകും. അതുകൊണ്ട് നമ്മളത് വളരെയധികം ശ്രദ്ധിക്കണേ. ഗൈസ്, എൻ്റെ ചാനൽ ഇന്ന് വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണമേ. ന്യൂ വീഡിയോയുമായിട്ട് നെക്സ്റ്റ് കാണും വരെ ബൈ.